നമ്മുടെ പെൻഡ്രൈവ് ബൂട്ടബിൾ ആക്കുന്നതിന് വേണ്ടി നമുക്ക് ആ 3 ഫയലുകളാണ് ഇവിടെ ഏറ്റവും അത്യാവശ്യമായി വരുന്നത്. ഇതാണ്, ഒന്ന് മീഡിയ ക്രിയേഷൻ ടൂൾ, ഒന്ന് റുഫൂസ് ടൂൾ, ഒന്ന് വിൻഡോസ് ടൂൾ. അപ്പോൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന രീതി ഞാൻ ഇവിടെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി മീഡിയ ക്രിയേഷൻ ടൂൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മീഡിയ ക്രിയേഷൻ ടൂൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെങ്കിലേ നമുക്ക് വിൻഡോസ് ISO ഫയൽ അതിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മീഡിയ ക്രിയേഷൻ ടൂൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വിൻഡോസിൻ്റെ ഒറിജിനൽ സൈറ്റിലേക്ക് നമ്മൾ എത്തുന്നതാണ്. അവിടെ നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിൻഡോ ഡൗൺലോഡിംഗ് ടൂൾ നൗ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അത് ഡൗൺലോഡ് ചെയ്യുക. ആ ടൂൾ ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ കണ്ടില്ലേ, മീഡിയ ക്രിയേഷൻ ടൂൾ എന്ന് കാണുന്നില്ലേ. ഞാനിപ്പോൾ ആൾറെഡി ഡൗൺലോഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വീണ്ടും അത് ഡൗൺലോഡ് ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത സ്ഥലത്തേക്ക് വരിക. മീഡിയ ക്രിയേഷൻ ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, യെസ് കൊടുക്കുക. ഞാനിവിടെ പ്രോസസ്സ് ഓരോന്നോരോന്നായിട്ടാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ആൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് 3 ഫയലുകൂടെ കാണുന്നത്. നിങ്ങളിത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഈ 2 ഫയലുകളൊന്നും ആദ്യം കാണില്ല. ഇപ്പോൾ ഈ ഫയൽ മാത്രമേ ആദ്യം ഡൗൺലോഡ് ചെയ്ത് കാണത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ ആൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് ഈ 2 ഫയൽ ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മീഡിയ ക്രിയേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനൊരു വിൻഡോ വരും. അതിൽ അക്സെപ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു വിൻഡോ കൂടി വരും. അതിൽ അപ്ഗ്രേഡ് ദിസ് PC നൗ, പിന്നെ ക്രിയേറ്റ് ഇൻസ്റ്റലേഷൻ മീഡിയ, ഈ 2 ഓപ്ഷൻ വരും. അപ്പോൾ നമുക്കിവിടെ ആവശ്യം ക്രിയേറ്റ് ഇൻസ്റ്റലേഷൻ മീഡിയ എന്ന ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ലാംഗ്വേജ് എഡിഷൻ ആർക്കിടെക്ചർ, ഇവിടെ നമുക്ക് വേണ്ട സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇംഗ്ലീഷ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, വിൻഡോസ് 10, 64 ബിറ്റ്. ഇതിപ്പോൾ ഇതിൽ 3 എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ട് എങ്കിൽ നമുക്കിവിടെ താഴെ ഇത് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ആൾറെഡി എനിക്ക് ഇവിടെ ആവശ്യമുള്ള സംഗതികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനത് നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ അടുത്ത വിൻഡോയിൽ USB ഫ്ലാഷ് ഡ്രൈവ് അല്ലെങ്കിൽ ISO ഫയൽ എന്ന് പറയുന്ന 2 ഓപ്ഷൻ വരും. നമുക്കിവിടെ ആവശ്യം ISO ഫയലാണ്. അത് ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു വിൻഡോ പോപ്പപ്പായി വരും. അതിൽ ഡെസ്ക്ടോപ്പിൽ ഞാനിപ്പോൾ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡെസ്ക്ടോപ്പിലാണ്. അന്നേരം നിങ്ങൾക്ക് ഏതെങ്കിലും ഫോൾഡറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ സേവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ ഇത് പ്രോസസ്സായി തുടങ്ങും. നമ്മുടെ ISO ഫയൽ ഇവിടെ ഡൗൺലോഡായി തുടങ്ങുന്നതാണ്. കണ്ടില്ലേ, പ്രോഗ്രസ് 0% എന്ന് ഇവിടെ കാണിക്കുന്നു. ഞാനിപ്പോൾ ആൾറെഡി ഞാനിവിടെ ISO ഫയൽ ഈ ഫയൽ ഇവിടെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടുകൊണ്ട് ഞാനിവിടെ ഇത് ക്യാൻസൽ ചെയ്യുകയാണ്. ഇതൊരു അരമണിക്കൂർ സംതിങ് എടുക്കുന്ന പ്രോസസ്സാണ്. ഇത് ഫുൾ 100% ആവാൻ നിങ്ങളിത് വെയിറ്റ് ചെയ്ത് അരമണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ്സോ വെയിറ്റ് ചെയ്ത് ഇത് ഫുൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുത്ത് ക്ലോസ് ചെയ്യേണ്ടതാണ്. ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ് ISO ഫയൽ. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഞാനിത് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. കിറ്റ് കൊടുക്കുന്നു. നമ്മളിപ്പോൾ ISO ഫയൽ ഡൗൺലോഡായി. ഇനി നമുക്ക് 3ാമത്തെ ഫയലായ റുഫൂസ് ഡൗൺലോഡ് ചെയ്യണം. അതിനുവേണ്ടി ഉള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പണായി വരുന്നതാണ്. ഇവിടെ ഈ വിൻഡോയിൽ വന്നിട്ട് ഈ ഡൗൺലോഡ് ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് വിൻഡോസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഡൗൺലോഡായി വന്ന സോഫ്റ്റ്വെയർ ഡബിൾ ക്ലിക്ക് ചെയ്യുക, യെസ് കൊടുക്കുക. എന്നിട്ട് വരുന്ന വിൻഡോസിൽ ഇങ്ങനെ കാണിക്കും ESD-ISO, അതായത് നമ്മൾ ISO ഫയൽ ആക്കാൻ ഉദ്ദേശിക്കുന്ന പെൻഡ്രൈവാണിത്. 64 GB ആണ് എൻ്റേത്. നിങ്ങൾക്ക് 64 GB തന്നെ വേണമെന്നില്ല, 8 GB കൊണ്ട് വരെ നമുക്ക് ISO ഫയൽ ആക്കാവുന്നതാണ്, ബൂട്ടബിൾ ആക്കാവുന്നതാണ്. ഇത് വന്നിട്ട് ഇവിടെ ഡിസ്ക് ഓർ ISO ഇമേജ് എന്നുള്ള ഇത് ചെക്ക് ചെയ്യുക. അത് തന്നെയാണെന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആ വിൻഡോസ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക.
എന്നിട്ട് താഴെ വന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് എടുക്കും അത് ഫുള്ള് ക്ലിയറായി വന്ന് ഇവിടെ ഫുൾ 100% ആവാൻ. അതിനുശേഷം ഇവിടെ ക്ലോസ് കൊടുത്താൽ മതി. അതോടെ നിങ്ങളുടെ പെൻ ഡ്രൈവ് ബൂട്ടബിളായി ആവുന്നതാണ്.